എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള PSC നടത്തുന്ന LDC LGS പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണ്. അതിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറെ ബേസിക് കാര്യങ്ങൾ, എന്നാൽ പരീക്ഷകളിൽ എപ്പോഴും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അത്തരത്തിൽ നമ്മൾ കുറെ കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ടോളം ക്ലാസ്സിലൂടെ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടത്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ സവിശേഷതകൾ എന്ന് പറയുന്ന ഭാഗത്ത് പാർലമെന്ററി ഭരണ സമ്പ്രദായത്തെക്കുറിച്ചും മൗലിക അവകാശങ്ങളെക്കുറിച്ചും മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായിരുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ നമ്മൾ മൂന്നെണ്ണം പരിചയപ്പെട്ടു. ഇതുകൂടാതെ നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നിവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഇനി ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുന്നത് നാലാമത്തെ ഭാഗത്താണെന്ന് നമുക്കറിയാം. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെ പ്രതിപാദിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണ് എന്തെന്ന് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. SCRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഇത് ഒരുപക്ഷെ ഇത് തന്നെ എടുത്ത് PSC പരീക്ഷയിൽ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നു, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം അനുവദിക്കുക എന്നത് എവിടെ പറയുന്നുണ്ട്? നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് രാഷ്ട്രം നടപ്പിലാക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു മൗലിക അവകാശങ്ങൾ. ആ മൗലിക അവകാശങ്ങൾ നമുക്ക് ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാമെന്നും നമുക്ക് ലംഘിക്കപ്പെട്ട മൗലിക അവകാശം പുനഃസൃഷ്ടിക്കാൻ വേണ്ടി സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉത്തരവുകൾ പുറപ്പെടുവിക്കുമെന്നും അതാണ് റിട്ടുകളെന്നും നമ്മളവിടെ പരിചയപ്പെടുകയുണ്ടായി. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ അത് ലംഘിക്കപ്പെടുകയാണെങ്കിൽ, നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നില്ല എങ്കിൽ നമുക്കതും പറഞ്ഞ് എങ്ങോട്ട് പോകാൻ പാടില്ല? സുപ്രീം കോടതിയിൽ പോയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ആർട്ടിക്കിൾ 37 നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 37 കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിർദ്ദേശ തത്വങ്ങൾ എന്തല്ല? ന്യായവാദത്തിന് അർഹമല്ല. അതായത് കോടതിയിൽ പോയിട്ട് നിർദ്ദേശ തത്വങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ലഭിച്ചില്ല, ഇപ്പോൾ ഇവിടെ പറയാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന കാര്യം നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട്, അതെനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല എന്നർത്ഥം. കാരണം നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? ന്യായവാദത്തിന് അർഹമല്ല എന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഓർത്തിരിക്കുക. പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും അല്ലാതെയും ഒക്കെ ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിർദ്ദേശക തത്വത്തിൽ അനുച്ഛേദം 39 ഡിയിലാണ് എന്ത് പറയുന്നത്? സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക എന്നത്. ഇത് കൃത്യമായി ഓർത്തിരിക്കണം. നിർദ്ദേശക തത്വങ്ങളിൽ 39 ഡിയിലാണ് എന്ത് പറയുന്നത്? സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക എന്ന് പറയുന്നത് നിർദ്ദേശക തത്വത്തിൽ എവിടെയാണ്?
അനുച്ഛേദം 39 ഡിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് ഓർത്തിരിക്കുക. 39 ഡിയിലാണ് അത് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കണം, നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നുണ്ട്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അനുച്ഛേദം 39 ഡിയിലാണ് അത് ഉൾപ്പെടുന്നെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇവിടെ 39A ഇവിടെ പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒന്ന് ഓർത്തു വെച്ചേക്കുക, തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ 39A ആണ് അതിൽ ഉൾപ്പെടുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു തുല്യ ജോലിക്ക് തുല്യ വേതനം 39D ആണ്. ഇനി 39A എന്ന് പറയുന്നത് 39A എന്ന് പറയുന്നത് തുല്യ നീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ്. തുല്യ ജോലിയും തുല്യ നീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അത് 39 ക്യാപിറ്റൽ ലെറ്റർ A ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 39 ക്യാപിറ്റൽ ലെറ്റർ A ആണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. അപ്പൊ സിമ്പിളായിട്ട് പറയാം, പരിസ്ഥിതി സംരക്ഷിക്കുക. അത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 48A പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 48A അല്ലെങ്കിൽ അനുച്ഛേദം 48A പറയുന്നുണ്ട്, രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് ആർട്ടിക്കിൾ 48A പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്, നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നതാണ്. ആർട്ടിക്കിൾ 48A അവിടെ പരിസ്ഥിതി സംരക്ഷിക്കുക, രാജ്യത്തെ വനങ്ങളും വന്യജീവികളെയും ഒക്കെ പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഇവിടെ പറയുന്നത് ദേശീയ പ്രാധാന്യവും ചരിത്രപരവുമായ മൂല്യമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക എന്ന് നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 49 പറയുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന പോയിന്റുകളാണ്. അപ്പൊ ഇതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ഒന്ന് പഠിച്ചു വെക്കുക. ഏത് ആർട്ടിക്കിൾ ആണെന്നൊക്കെ ചിലപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ചോദ്യമിടുന്നെങ്കിൽ ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടു എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 49 ആണ്. ഇനി അടുത്തത് സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തിക്കൊണ്ട് ജനക്ഷേമം ഉറപ്പുവരുത്തുക എന്ന് അവിടെ പറയുന്നുണ്ട്, നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 38 അത് കൃത്യമായിട്ട് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആർട്ടിക്കിൾ 38 എന്ത് പറയുന്നത്, ജനക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. എന്താണ്, സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അടിസ്ഥിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം എന്താണ് ഉറപ്പുവരുത്തുക എന്നും എവിടെ പറയുന്നുണ്ട്, നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 38 അങ്ങനെ പറയുന്നത്. പിന്നെ പഞ്ചായത്തുകളുടെ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയോ തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്, 40 പഞ്ചായത്തുകളുടെ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് 40. അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ 44 കാര്യം ഓർത്തിരിക്കുക. ഇനി 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് എവിടെ പറയുന്നുണ്ട്, നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട്. അത് ഉൾപ്പെടുന്നത് 45 ആർട്ടിക്കിളിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതൊക്കെ എവിടെ പറയുന്നുണ്ട്, നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള നമ്മുടെ മൗലികാവകാശത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്താണ്, സംരക്ഷണവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും ഒക്കെ നൽകണമെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 45. അതുപോലെ തന്നെ 47 മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അത് നിർദ്ദേശക തത്വത്തിലാണ് ഉൾപ്പെടുന്നത്. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നത്. ഇനി ഗോവധ നിരോധനവും കൃഷിയും മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 48. ഗോവധ നിരോധനവും കൃഷിയും മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 48 കാര്യം ഓർക്കുക. കൃത്യമായിട്ട് ആർട്ടിക്കിൾ 37 പറയുന്നുണ്ട്, നാം ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് എവിടെ പോകാൻ പാടില്ല, സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒന്നും പോയിട്ട് കാര്യമില്ല. കാരണം കൃത്യമായി എടുത്തു പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു നിർദ്ദേശ തത്വങ്ങൾ തുടങ്ങുന്ന ആ ഭാഗത്ത് തന്നെ 37 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറയുകയാണ്, ന്യായവാദത്തിന് അർഹമല്ല,
പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്താണ്, ന്യായവാദത്തിന് അർഹമല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒരിക്കൽ കൂടി ഒന്ന് റിവിഷൻ ചെയ്യാം. ഇതിൽ പറഞ്ഞ ഓരോ പോയിന്റുകളും പരീക്ഷകളിൽ ചോദ്യമായി വന്നിട്ടുള്ളതാണ്. ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു ഭാഗം കാണുക. ഒന്ന്, നിർദ്ദേശക തത്വങ്ങൾ 36 മുതൽ 51 വരെയാണ്, ഭാഗം 4-ലാണ് ഉൾപ്പെടുന്നത്. സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിലുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണ് എന്തെന്ന് പറയുന്നത്, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക എന്ന് 39 ഡിയിലാണ് പറയുന്നത്. സ്മോൾ ലെറ്റർ ഡി ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി 39 ക്യാപിറ്റൽ ലെറ്റർ എയിലാണ് എന്ത് പറയുന്നത്, തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അത്. പിന്നെ നമ്മൾ പരിചയപ്പെട്ട രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പറയുന്നത് 48 എയിലാണ്. പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പറയുന്നത് 48 എയിലാണ്. ദേശീയ പ്രാധാന്യവും ചരിത്രപരവുമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക എന്നവിടെ പറയുന്നുണ്ട്, 49 പറയുന്നു. 38 സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തിക്കൊണ്ട് ജനക്ഷേമം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്. പഞ്ചായത്തുകളുടെ രൂപീകരണം 40, ഏകീകൃത സിവിൽ കോഡ് 44, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്നത് 45-ലാണ്. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടത് 47 ആണെങ്കിൽ ഗോവധ നിരോധനവും കൃഷി മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് 48 എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. 37 കൃത്യമായി പറയുന്നുണ്ട് ന്യായവാദത്തിന് അർഹമല്ല ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതെന്ന് വെച്ചാൽ, ഈ നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നല്ല മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് ഗുണപ്രദമാവുന്ന രീതിയിലാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശം കൊടുക്കുകയാണ്, ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണം. അങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, നിയമനിർമ്മാണ പ്രക്രിയ വഴിയാണ് അത് നടപ്പിലാക്കുന്നത്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെയാണ് അത് നടപ്പിലാക്കുന്ന കാര്യം ഓർക്കുക. അപ്പൊ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് എന്താണ്, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നു. നമ്മുടെ ഈ നിർദ്ദേശക തത്വങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് എന്താണ് ഇതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്, നല്ലതാണെന്ന് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചുകൊണ്ട് നമ്മൾ എന്താണ് പുതിയ നിയമങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ട് അത് നമ്മുടെ രാജ്യത്ത് എന്താണ് നടപ്പിലാക്കുക. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്, നിയമ നിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് എന്താണ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നു. അതേപോലെ തന്നെ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞാണ്, കോടതിയൊന്നും നമുക്ക് ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങൾ ലഭിച്ചില്ല എന്നതിന്റെ പേരിൽ സമീപിക്കാനൊന്നും പറ്റത്തില്ല എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. പലപ്പോഴും PSC പരീക്ഷയിൽ അത് ചോദിച്ചിട്ടുണ്ട്. ഇനി ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നത്. ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, നിയമനിർമ്മാണ പ്രക്രിയയിലൂടെയാണ് ഗവൺമെന്റ് എന്താണ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് നിയമവാഴ്ചയെ കുറിച്ചാണ്. നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് നിയമവാഴ്ചയാണ്. നിയമവാഴ്ച അല്ലെങ്കിൽ നമുക്ക് പറയാം റൂൾ ഓഫ് ലോ. നിയമവാഴ്ച അല്ലെങ്കിൽ നമുക്ക് പറയാം റൂൾ ഓഫ് ലോ. എന്താണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് ആരും നിയമത്തിന് അതീതരല്ല എന്നാണ് പറയുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല, എല്ലാവരും എന്താണ് നിയമത്തിന് വിധേയരാണ് എന്നതാണ് എന്ത് നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ആരും എന്താണ് നിയമത്തിന് അതീതരല്ല, എല്ലാവരും എന്താണ് നിയമത്തിന് വിധേയരാണ്. നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ ആരും എന്താണ് നിയമത്തിന് അതീതരല്ല, അതോടൊപ്പം തന്നെ എല്ലാവരും എന്താണ് നിയമത്തിന് വിധേയരാണ്. ഇത്തരത്തിൽ നിയമവാഴ്ച എന്ന ഈ ഒരു ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്ന എവിടെ നിന്നാണ് PSC എപ്പോഴും ചോദിക്കാറുണ്ട്, അത് ബ്രിട്ടനിൽ നിന്നാണ്. നമ്മൾ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ട്, ബ്രിട്ടാനിയ, ബ്രിട്ടൻ, നിയ നിയമവാഴ്ച, ആ ഒരു രീതി വേണമെങ്കിൽ ഓർത്തു വെക്കാം. ബ്രിട്ടാനിയ എന്ന് നമ്മൾ ഓർക്കുന്നു, ബ്രിട്ടൻ, നിയ നിയമവാഴ്ച. അപ്പൊ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അതൊന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്, എന്താണ് നിയമവാഴ്ച, അത് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ്. അതെന്താണ് അർത്ഥമാക്കുന്നത്, ജനാധിപത്യ സംവിധാനത്തിൽ ആരും എന്താണ് നിയമത്തിന് അതീതരല്ല, എല്ലാവരും എന്താണ് നിയമത്തിന് വിധേയരാണ്. ഈ ആശയം നാം കടം കൊണ്ടത് എവിടെയാണ്, PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ബ്രിട്ടനിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്നത് സംയുക്ത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഫെഡറൽ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. സംയുക്ത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ നമുക്കിതിനെ ഫെഡറൽ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഭരണഘടനയുടെ സവിശേഷതകളിലേക്ക് വരുമ്പോൾ
അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംയുക്ത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയാണ് ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത്. കേന്ദ്രം, സംസ്ഥാനം, പ്രാദേശിക ഗവൺമെന്റുകൾക്ക്, കേന്ദ്രം, സംസ്ഥാനം, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് എന്താണ് ഭരണം അല്ലെങ്കിൽ അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയാണ് ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത്. കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയാണ് ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ കേന്ദ്രമുണ്ട്, സംസ്ഥാനമുണ്ട്, പിന്നെ നമ്മുടെ പ്രാദേശികം, നമ്മുടെ ഈ പറയുന്ന ലോക്കൽ ബോഡീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയാണ് ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ടേം ഇവിടെ പറഞ്ഞു പോകുന്നത് യൂണിറ്ററി സിസ്റ്റം ആണ്. എന്താണ് യൂണിറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ അതിന്റെ മലയാളത്തിൽ ഏകയാത്ത ഭരണവ്യവസ്ഥ എന്നാണ് പറയുന്നത്. എന്താണ് ഏകായത ഭരണവ്യവസ്ഥ? എന്താണ് ഏകായത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സംയുക്ത വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ കേന്ദ്രം, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്, പിന്നെ നമ്മുടെ ലോക്കൽ ബോഡീസ്, അപ്പൊ ഇങ്ങനെ എന്താണ് അധികാരം എന്താണ് പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ സംയുക്ത വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഫെഡറൽ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ അധികാരവും എന്താണ് കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഏകായത്ത ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ അധികാരവും എവിടെയായിരിക്കും? കേന്ദ്ര ഗവൺമെന്റിലായിരിക്കും ഈ പറഞ്ഞ ഏകായത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. ഇനി വ്യത്യസ്തവും പ്രാദേശിക വൈവിധ്യവും നിറഞ്ഞ ഒരു രാജ്യമെന്ന നിലയിൽ ഈ വൈവിധ്യം ഉൾക്കൊണ്ട് രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ എന്താണ് നമ്മുടെ ഫെഡറൽ ഭരണ സംവിധാനം നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ പറയുന്ന സംയുക്ത ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഒരു സവിശേഷതയായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ എടുത്തു പറയുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് എഴുതപ്പെട്ട ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എഴുതപ്പെട്ട ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന ഒരു പുസ്തക രൂപത്തിൽ എന്താണ് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഏറ്റവും ചെറുതും ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇനി ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും അതേപോലെ തന്നെ എഴുതപ്പെടാത്തതുമായിട്ടുള്ള ഭരണഘടന നിലവിലുണ്ട്. അപ്പൊ ഭരണഘടനയെ രണ്ടായിട്ട് തരംതിരിക്കാം. എഴുതപ്പെട്ട ഭരണഘടന എന്നും എഴുതപ്പെടാത്ത ഭരണഘടന എന്നും തരംതിരിക്കാം. ഇനി എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുമ്പോൾ അതൊരു പുസ്തക രൂപത്തിൽ എന്താണ് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നേ അർത്ഥമുള്ളൂ. എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നേ അർത്ഥമുള്ളൂ. ഇത്തരത്തിൽ എഴുതപ്പെടാത്ത ഭരണഘടനയിലേക്ക് വരുമ്പോൾ ആ എഴുതപ്പെടാത്ത ഭരണഘടനകളിൽ ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ, രാജ്യശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപത്തിലാണെന്ത് ആ ഭരണഘടന, എഴുതപ്പെടാത്ത ആ ഭരണഘടന എന്ത് ചെയ്യുന്നത് നിലകൊള്ളുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ രണ്ട് തരത്തിൽ ഭരണഘടനയെ തരംതിരിക്കുന്നു എന്ന് പഠിച്ചു. അതിലൊന്ന് എഴുതപ്പെട്ട ഭരണഘടന, മറ്റൊന്ന് എഴുതപ്പെടാത്ത ഭരണഘടന. അതേപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. അതേപോലെ എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നേ അർത്ഥമുള്ളൂ. അതായത് ഈ പറഞ്ഞ എഴുതപ്പെട്ട ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ, അതോടൊപ്പം രാജ്യശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപത്തിലാണ് എന്ത് ഈ പറഞ്ഞ എഴുതപ്പെടാത്ത ഭരണഘടന നിലകൊള്ളുന്നത്. അതേസമയത്ത് എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു പുസ്തക രൂപത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടന പോലെ എന്താണ് അത് നിലകൊള്ളുന്നുണ്ടായിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്, കൃത്യമായിട്ട് ഒരു കോളത്തിൽ SCR ടെക്സ്റ്റ് ബുക്കിൽ നൽകിയതാണ്. എഴുതപ്പെട്ട ഭരണഘടന നിലകൊള്ളുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീല്, ദക്ഷിണാഫ്രിക്ക എന്നത്. എഴുതപ്പെട്ട ഭരണഘടന നിലകൊള്ളുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീല്, ദക്ഷിണാഫ്രിക്ക. അതേസമയത്ത് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രാൻസ്. ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രാൻസ്. അപ്പം ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രാൻസ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രാൻസ്. ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രാൻസ് എന്നിവയുടെ ഭരണഘടന എന്താണ് എഴുതപ്പെടാത്ത ഭരണഘടനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അത് വേണമെങ്കിൽ ബ്രിട്ടൻ ഈസ് ന്യൂ ഫ്രണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബ്രിട്ടൻ ഈസ് ന്യൂ ഫ്രണ്ട്. ഇപ്പൊ ബ്രിട്ടൻ, ഈസ് ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രണ്ട് ഫ്രാൻസ്. അപ്പൊ ഇവിടെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതെല്ലാമാണ് കൃത്യമായിട്ട് SCRT ഒരു കോളത്തിൽ പറയുന്നുണ്ട്. ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രാൻസ്.
അതേസമയത്ത് എഴുതപ്പെട്ടയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യ, അമേരിക്ക നമുക്കറിയാവുന്നതാണ്. പിന്നെ ഓസ്ട്രേലിയ, പിന്നെ നമ്മുടെ ബ്രസീൽ, അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ ഭരണഘടന എന്താണ്? എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. ഇനി ഇവിടെ ഈ പറഞ്ഞ എഴുതപ്പെട്ട ഭരണഘടന, ലിഖിത ഭരണഘടന എന്ന് പറയാം, എഴുതപ്പെടാത്ത അലിഖിത ഭരണഘടന എന്ന് പറയാം. ഇതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ കുറച്ച് സവിശേഷതകൾ താരതമ്യം ചെയ്യുന്നുണ്ട്. എഴുതപ്പെട്ട ഭരണഘടനയിലേക്ക് വരുമ്പോൾ അത് ക്രോഡീകരിച്ചതായിരിക്കും. അതേസമയത്ത് കൃത്യമായിട്ട് ക്രോഡീകരിക്കാത്തതാണ് അലിഖിത ഭരണഘടന അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് പറയുന്നത്. ഇത് ഏകരേഖയാക്കി തയ്യാറാക്കിയതാണ്. അതേസമയത്ത് ഇതെന്താണ്? വ്യത്യസ്ത ഉറവിടങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നു. ഇനി ഇത് ഉദ്ദേശപൂർവ്വം തയ്യാറാക്കപ്പെട്ടതാണ്. കൃത്യമായിട്ട് അങ്ങനെ ഒരു ഭരണഘടന രൂപീകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ ഭരണഘടന നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒക്കെ രൂപീകരിക്കുന്നു, അതിനുശേഷം അവിടെ ചർച്ചകൾ നടക്കുന്നു, അതിനുശേഷമാണ് നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഉദ്ദേശപൂർവ്വം അവിടെ തയ്യാറാക്കപ്പെട്ടതാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അതേ സമയത്ത് ഇവിടെ എന്താണ്? ചരിത്രപരമായ വികാസത്തിന്റെ ഭാഗമായിട്ട് ഉടലെടുത്തതാണ് എന്തെന്ന് പറയുന്നത്? അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഇനി വഴക്കമില്ലാത്തതാണ് നമ്മുടെ ലിഖിത ഭരണഘടന. അതേസമയത്ത് വഴങ്ങുന്നതാണ് നമ്മുടെ അലിഖിത ഭരണഘടന. റിജിഡ് ആണ് നമ്മുടെ ലിഖിത ഭരണഘടന. അതേസമയത്ത് ഫ്ലെക്സിബിൾ ആണ് എന്തെന്ന് പറയുന്നത്? അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഇനി ഭരണഘടനയ്ക്ക് മേൽക്കോയ്മ ഉണ്ടായിരിക്കും ഈ ലിഖിത ഭരണഘടനയിൽ, പക്ഷേ ഇവിടെ പാർലമെന്ററി മേൽക്കോയ്മയായിരിക്കും അലിഖിത ഭരണഘടനയിൽ ഉണ്ടാവുക എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ഇവിടെ പറയുന്നത് ഒരു നിശ്ചിത ദിവസം നിലവിൽ വന്നാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന ഒരു നിശ്ചിത ദിവസം 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. പക്ഷെ ഇവിടെ എന്താണ്? കാലാകാലങ്ങളായിട്ട് പരിണമിച്ചതാണ് ഈ പറയുന്ന അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഒരു ടേബിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ട് അതാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെട്ടത്. അപ്പൊ ലിഖിത ഭരണഘടന ക്രോഡീകരിച്ചത്, അതേസമയത്ത് കൃത്യമായി ക്രോഡീകരിക്കാത്തതാണ് അലിഖിത ഭരണഘടന. ഇനി ഏകരേഖയായി തയ്യാറാക്കിയതാണ് ലിഖിത ഭരണഘടന. വ്യത്യസ്ത ഉറവിടങ്ങളാണ് അലിഖിത ഭരണഘടനയ്ക്ക്. ഇനി ഉദ്ദേശപൂർവ്വം തയ്യാറാക്കപ്പെട്ടതാണ് ലിഖിത ഭരണഘടന. അതേസമയത്ത് ചരിത്രപരമായ വികാസത്തിന്റെ ഭാഗമായി ഉടലെടുത്തതാണ് എന്ത്? അലിഖിത ഭരണഘടന. ഇനി വഴക്കമില്ലാത്തതാണ് അല്ലെങ്കിൽ റിജിഡ് ആണ് ലിഖിത ഭരണഘടന. അതേസമയത്ത് ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ വഴങ്ങുന്നതാണ് അലിഖിത ഭരണഘടന. ഇനി ഭരണഘടനയ്ക്ക് മേൽക്കോയ്മ ഉണ്ടായിരിക്കും ലിഖിത ഭരണഘടനയിൽ, അതേസമയത്ത് പാർലമെന്ററി മേൽക്കോയ്മയായിരിക്കും അലിഖിത ഭരണഘടനയിൽ. ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്ന ഒരു നിശ്ചിത ദിവസം നിലവിൽ വന്നതാണ്. ഇത് കാലാകാലങ്ങളായിട്ട് പരിണമിച്ചതാണ് ഈ പറയുന്ന അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം എന്താണ് നമ്മുടെ രാജ്യത്തുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമ സംരക്ഷണം ഉറപ്പുവരുത്തുകയുമാണ് നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. ഇനി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ, നാം ഉൾപ്പെടെയുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അതായത് നമ്മുടെ ഭരണകൂടത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് നിയമനിർമ്മാണ വിഭാഗമുണ്ട്, അതോടൊപ്പം തന്നെ കാര്യനിർവഹണ വിഭാഗമുണ്ട്, അതുപോലെ മറ്റൊന്നാണ് നീതിന്യായ വിഭാഗം. അപ്പൊ ഇവിടെ എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ നിയമനിർമ്മാണ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും അതിന്റെ സ്വാധീനത്തിൽ നിന്ന്, ഈ പറഞ്ഞ നിയമനിർമ്മാണ വിഭാഗത്തിന്റെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും സ്വാധീനത്തിൽ നിന്നും നീതിന്യായ വിഭാഗം എന്താണ്? സ്വതന്ത്രമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പറഞ്ഞ നിയമനിർമ്മാണ വിഭാഗത്തിൽ നിന്നും കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നമ്മൾ പരിചയപ്പെടുന്ന സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നീതിന്യായ വിഭാഗം എന്താണ്? സ്വതന്ത്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾപ്പെടുന്നു എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞ. ഭരണകൂടത്തിന്റെ മറ്റ് രണ്ട് വിഭാഗങ്ങളാണ് നമ്മുടെ നിയമനിർമ്മാണ വിഭാഗവും അതോടൊപ്പം തന്നെ കാര്യനിർവഹണ വിഭാഗവും. ഇതിൽ നിന്ന് എന്താണ്? നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന മറ്റൊന്നാണ് കോടതികളുമായി ബന്ധപ്പെട്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും മുകളിലായിട്ട് വരുന്നത് സുപ്രീം കോടതിയാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഓരോ സ്റ്റേറ്റിലായിട്ട് ഹൈക്കോടതി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ജില്ലാ കോടതി വരുന്നു. അതിന്റെ താഴെയായിട്ട് പിന്നെ സബ് കോടതി വരുന്നു. അതിന്റെ താഴെയായിട്ട് മുൻസീഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും വരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എന്താണ് മുൻസീഫ് കോടതി എന്ന് വെച്ചാൽ അവിടെ സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ടതാണ് മുൻസീഫ്. ആ മുൻസീഫിലെ CC അത് പിടിച്ചാൽ മതി, സിവിൽ കേസുകൾ കിട്ടും. ഓർത്തിരിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാന്ന് ചോദിച്ചാൽ അത്
മുൻസിഫ് കോടതിയാണ്. ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതി ഏതാന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞ എന്താണ്, കോടതികൾ ആദ്യം സുപ്രീം കോടതി ഏറ്റവും ടോപ്പിൽ, പിന്നെ അടുത്തത് ഹൈക്കോടതി, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട്, പിന്നെ സബ് കോടതിയുണ്ട്, പിന്നെ ഏറ്റവും താഴെയായിട്ട് മുൻസിഫ് കോടതിയുണ്ട്, മജിസ്ട്രേറ്റ് കോടതിയുണ്ട്. സിവിൽ കേസുമായി ബന്ധപ്പെട്ട് മുൻസിഫ് കോടതി, പിന്നെ മറ്റൊന്നെന്താണ്, ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതി. അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണെന്ന് വെച്ചാൽ മുൻസിഫ് കോടതി. ഇനി ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണെന്ന് വെച്ചാൽ അത് മജിസ്ട്രേറ്റ് കോടതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, പിന്നെ മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി ഒരുമിച്ച്. അതിൽ സിവിൽ കേസുകളാണ് മുൻസിഫ് എങ്കിൽ ക്രിമിനൽ കേസുകളാണ് നമ്മുടെ മജിസ്ട്രേറ്റ് കോടതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇവിടെ പറയുന്ന ഭരണഘടനാ ഭേദഗതിയാണ്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോകുന്നു ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ. ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലുകളും നടത്തുന്നതിനാണ് എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി എന്ന് പറയും. നമ്മുടെ ഭരണഘടനയിൽ എന്തെങ്കിലും പുതുതായിട്ട് കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഒഴിവാക്കലോ അതൊക്കെയാണ് എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കാണ് ഈ ഭേദഗതി വരുത്താനുള്ള അധികാരമുള്ളത്? നമ്മുടെ പാർലമെന്റിനാണ്. ആർക്കാണ് ഭേദഗതി വരുത്താനുള്ള അധികാരമുള്ളത്? പാർലമെന്റിനാണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേരുന്നതാണ് നമ്മുടെ പാർലമെന്റ്. അപ്പോൾ ലോകസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കപ്പെടണം, അതിനുശേഷം രാജ്യസഭയിൽ പ്രമേയം പാസ്സാക്കപ്പെടണം, അതിനുശേഷം രാഷ്ട്രപതി അത് അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഒരു ഭേദഗതി നടപ്പാക്കപ്പെടുകയുള്ളൂ. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ എന്താണ് മാറ്റങ്ങൾ വരുത്താൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ട്. ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോഴും എന്ത് ശ്രദ്ധിക്കണം? അടിസ്ഥാന തത്വങ്ങളിൽ മാറരുത്. നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന തത്വങ്ങളുണ്ട്, അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം വരുത്താൻ പാടില്ല. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം വരുത്താൻ പാടില്ല. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റം വരുത്തിയുള്ള ഭേദഗതി എന്താണ്? ഒരിക്കലും അംഗീകരിക്കില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഭേദഗതിക്ക് ഉദാഹരണം ഇവിടെ കുറച്ച് കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് സ്വത്തവകാശം. നമ്മുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെട്ടതാണ്. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശം എന്ന് പറയുന്നത് 1978 44ാമത്തെ ഭേദഗതിയിലൂടെ ഈ സ്വത്തവകാശത്തെ നമ്മുടെ മൗലികാവകാശത്തിൽ നിന്നും പുറത്താക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് ഭേദഗതിക്ക് ഉദാഹരണമായിട്ട് ഇവിടെ കൊടുക്കുന്നത് വിദ്യാഭ്യാസ അവകാശമാണ്. നമുക്കറിയാം ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശമായിരുന്നില്ല വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതിനുശേഷം 6 മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും ആയിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് മൗലിക അവകാശത്തിൽ അത് കൂട്ടിച്ചേർക്കുന്നു 2002 86ാമത്തെ ഭേദഗതിയിലൂടെ. ഇവിടെ നമ്മൾ മൗലികാവകാശമൊക്കെ പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഭേദഗതിക്ക് 2 ഉദാഹരണം ഈ ഒരു ഭാഗവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നൽകുകയാണ്. ഒന്ന് സ്വത്തവകാശം, മറ്റൊന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അപ്പോൾ സ്വത്തവകാശം എന്ന് പറയുമ്പോൾ ആ മൗലികാവകാശത്തിൽ അതിനെ മാറ്റി, അതേസമയത്ത് വിദ്യാഭ്യാസത്തിലുള്ള അവകാശം എന്ന് പറയുമ്പോൾ അതിലേക്ക് കൂട്ടിച്ചേർത്തു. അപ്പോൾ അവിടെ നമ്മൾ പരിചയപ്പെട്ടു എന്താണ് ഭേദഗതി, അതിനൊരു ഉദാഹരണവുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് 3 ക്ലാസ്സിലൂടെയായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള മറ്റ് ടോപ്പിക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.